പ്രാർത്ഥനയുടെ കാര്യവും. അതായത് നമ്മളിപ്പോൾ ദൈവമായിട്ട് ഒരു ബന്ധമില്ലാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്നൊരു അപകടത്തിൽ കുടുങ്ങി, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്ന് ഓടിച്ചെന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, എനിക്ക് എല്ലാം വേണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ഒരു തിരിച്ചറിവ് വന്ന് ഓടിച്ചെല്ലുമ്പോഴേക്കും അങ്ങനെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ ഇത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് ഓരോന്നോരോന്നായിട്ട്, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ കുറേ കടുങ്കട്ടുകൾ ഇട്ട് വെക്കണ പോലെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിത രീതി കൊണ്ടും നമ്മുടെ സ്വഭാവം കൊണ്ടും നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ എന്നൊക്കെ മലയാളത്തിൽ പറയണ പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ കടുങ്കട്ടുകൾ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കുറച്ച് അഹങ്കാരത്തിൻ്റെയും കുറച്ച് മുൻകോപത്തിൻ്റെയും കുറേ ദേഷ്യത്തിൻ്റെയും കുറേ വിദ്വേഷം, കുശുമ്പ്, മറ്റുള്ളവരോടൊരു അസൂയ. നമ്മൾ പ്രത്യക്ഷത്തിൽ വളരെ ഓക്കെ ആണെങ്കിലും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ നമുക്ക് കുറേ സ്വഭാവ ദൂഷ്യങ്ങളുണ്ടായിരുന്നു. അത് മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിലും നമുക്ക് നമ്മളെ നന്നായിട്ട് അറിയാം. ഇവിടെ ഒന്നാമത്തെ എടുത്തു പെട്ടെന്ന് കഴിഞ്ഞു, കാര്യങ്ങൾ സാക്ഷ്യം പറയണ്, നമ്മൾ ഒന്നെടുത്ത് പുതുക്കി ഒരു രക്ഷയില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ ഉണ്ട്. അതായത് ഒന്ന് കുർബാനയ്ക്ക് പോകണം, ഞാൻ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ ഈ പത്രം കൊടുക്കണം, പത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ രോഗികളെ കാണാൻ പോകണം, രോഗികളെ കാണാൻ പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവണില്ല. അപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ ഈ ചെയ്യണമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ വെറുപ്പും വിദ്വേഷവും അഹങ്കാരമൊക്കെ മാറ്റാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ അത് മാറ്റാനായിട്ട് എങ്ങനെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്രയും നാൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരാൾക്കും വലിയ ഉപകാരമൊന്നും ചെയ്യാൻ മെനക്കെട്ടിട്ടില്ല. കാരണം നമുക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, അങ്ങനെ മറ്റൊരാൾക്കും ഉപദ്രവിക്കാനുമില്ല, ഉപകാരം ചെയ്യാനും എന്നെ കൊണ്ട് അങ്ങനെ പറ്റിയിട്ടില്ല. ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു ധർമ്മക്കാരൻ വരുമ്പോൾ ഞാൻ വിചാരിക്കുക, ഇപ്പോൾ നമ്മളിപ്പോൾ 10 രൂപ കൊടുത്താലും അയാൾ പോയി വീട് വലിക്കുള്ളൂ, കഞ്ചാവ് വലിക്കുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളെന്തിനാ അതിനും മെനക്കെടണേ? പിന്നെ ഈ ധർമ്മക്കാർ അവർ പണിയെടുക്കാണ്ടല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ലേ, നമ്മൾ പണിയെടുത്ത് ജീവിക്കുക, എന്നിട്ട് അവർക്ക് സംഭാവന കൊടുക്കുക. അതൊക്കെ അങ്ങനെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എളിമപ്പെടാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് ഞാൻ പെട്ടെന്നൊരു പുണ്യാളൻ ആയി എന്നുള്ളതല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അതായത് നമ്മൾ ഒരാൾക്ക് ഭക്ഷണം അങ്ങനെ പൊതിച്ചോറൊക്കെ കൊടുത്ത് ഈ റോഡ് സൈഡിലൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക്, ഞാൻ നമ്മുടെ കൊടകര, ചാലക്കുടി ആ ഭാഗത്തൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ കൊടുക്കണ സമയത്ത് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകണതും, അവർ ആ ഭക്ഷണം കിട്ടിക്കഴിയുമ്പോൾ നമ്മളെക്ക് വേണ്ടി പ്രാർത്ഥിക്കണതും, അങ്ങനെ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തുളച്ച് കയറുന്ന ഒരു അനുഭവങ്ങളായിരുന്നു. അന്ന് വരെയുള്ള എൻ്റെ ചിന്താഗതികളും അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകളും ഒക്കെ മാറിയ കുറേ ദിവസങ്ങളും കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. ഓരോ രോഗികളെ കാണുമ്പോൾ, അതേപോലെ ഇപ്പോൾ വയസ്സായ നമ്മുടെ മൂന്നൂറി അവിടെ അഗതി മന്ദിരമുണ്ട്, അവിടെ പോയി അവിടുത്തെ അമ്മമ്മമാരോടും അല്ലെങ്കിൽ അവിടുത്തെ ചേച്ചിമാരോടൊക്കെ വർത്തമാനം പറയുമ്പോൾ ആരും അവിടെ ഒന്നും സംസാരിക്കാൻ പറ്റാണ്ട് ഒതുങ്ങിക്കൂടി കഴിയണ ആൾക്കാരും, ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ടും ഇതുവരെയൊക്കെ എൻ്റെ ചുറ്റുവട്ടത്തും ചുറ്റുപാടിലൊക്കെ ഉണ്ടായിട്ടും ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ കാര്യങ്ങൾ എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് വിട്ട് ഇങ്ങനെയുള്ള ഇതിലേക്കൊക്കെ മാറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലത്തുള്ള അഹങ്കാരത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മറ്റുള്ളവരോടുള്ള വൈരാഗ്യത്തിൻ്റെയൊക്കെ ഈ കെട്ടുകളൊക്കെ പതുക്കനെ അഴിയണതായിട്ട് എനിക്ക് മനസ്സിലായി. നമ്മുടെ ജീവിതം, അതേപോലെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും എൻ്റെ സ്വഭാവത്തിലും അവർക്കൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ, എൻ്റെ ഭാര്യയ്ക്കായാലും മക്കൾക്കായാലും അമ്മയ്ക്കായാലും മറ്റുള്ളവരെ പുറത്തുനിന്നുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ അതിൽ കൂടുതൽ അംഗീകരിക്കാനും അവരെ മനസ്സിലാക്കാനും എനിക്ക് പറ്റി തുടങ്ങി. അപ്പോൾ എൻ്റെ ബന്ധുക്കാർക്കും എല്ലാവർക്കും അംഗീകാരങ്ങൾ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റി. അപ്പോൾ അത് എനിക്ക് നല്ലൊരു മുതൽക്കൂട്ടായി. പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ പോസിറ്റീവ് വൈബിലേക്ക് മാറുന്നത് മനസ്സിലായി തുടങ്ങി.